മൂസക്കൈ മോദി നേരത്തെ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പെരയിലേക്ക് അരിയും പഞ്ചാരി വാങ്ങാൻ പോവാ. എന്താ ശീല? എന്നാ പോണ്ട. എന്താ സാധനം വാങ്ങാൻ നമ്മൾ പോയാല്? മൂസക്ക പോണ്ടെന്നല്ലേ പറഞ്ഞു? അതെന്താ പോയാലെന്നാ നമ്മൾ ചോദിക്കണേ. വിടമാട്ട് അന്ത പുള്ളിപ്പുലികളെ വിടമാട്ട്. പുള്ളിപ്പുലിയോ? ഏത് പുലിന്റെ കാര്യം പറയണ സുശീല? എന്റെ മൂസക്കായി ജീവൻ വേണമെങ്കിൽ വീട്ടിൽ തന്നെ കുത്തിരിഞ്ഞോ. നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം പുള്ളിപ്പുലി. അല്ല, പുലിയിലുണ്ടോ ഈ ഒന്നാം തരം രണ്ടാം തരം ഒക്കെ? എന്നിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. കാണാത്ത നിങ്ങളെ ഭാഗ്യം. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിൽ മൂസക്ക ഞാൻ നിൽക്കോ ചെയ്യും. അല്ല, ആരെങ്കിലും ഈ പുലിനെ കണ്ടിക്കണോ? കണ്ടിട്ടുണ്ടോന്ന്? കണ്ടോലെല്ലാം പനി പിടിച്ച് കിടക്കുമല്ലേ. നേരം വൈകുന്നേരമായാൽ പുലി പുറത്തിറങ്ങും. വെയിലിന് ചൂടാകുന്നവരെ മൂപ്പർ ഇങ്ങനെ കറങ്ങി നടക്കും. അതുകൊണ്ട് നന്നേ പൊളിച്ചൊക്കെ മൂസക്ക മീൻ വെക്കാൻ പോകുന്ന കണ്ട 10 മണിക്ക് ശേഷം പോയാൽ മതി. അതെങ്ങനെയാണ് സുശീല ശരിയാവുക? ആളുകൾക്ക് നേരത്തെ കാലത്തിന് മീൻ എത്തിക്കണ്ടോ? പുലിക്ക് സ്വയം തീറ്റയാകുന്നതിനേക്കാൾ നല്ലല്ലേ മൂസക്കായി? ആളുകൾക്ക് മീൻ ഇത്തിരി ലേറ്റായി സപ്ലൈ ചെയ്യുന്നത്. നമ്മളെ കൺമുമ്പ് കാണുന്നത് വരെ നമ്മളത് വിശ്വസിക്കൂല. ഇതേതോ പേടുതൊണ്ട കാട ഇളകണായിട്ട് പറഞ്ഞേക്കണോ? മൂസക്കായിക്ക് ഫോട്ടോ കണ്ടാൽ വിശ്വാസമാവുമല്ലോ അല്ലേ? അല്ല, അതിനിടയ്ക്ക് ആരെങ്കിലും പുലിയുടെ ഫോട്ടോ എടുത്തോ? പുലിന്റെ ഫോട്ടോ അല്ല, പുലിന്റെ കാലടയാളുള്ള ഫോട്ടോ. നോക്ക്. പഠിച്ചോനെ, നമ്മൾ മീനും കൊണ്ടുപോണ വയ്യാണുള്ളത്. മീനിന്റെ മണം കിട്ടിയാൽ പുലി പമ്മി വരും. അപ്പോഴാണ് മീനിനെക്കാൾ ഇറക്കിയുള്ളത് മീൻ വെക്കുന്ന മൂസക്കാണെന്ന് പുലിക്ക് മനസ്സിലാകും. അപ്പൊ മീൻ അടുത്തിട്ട് മൂസക്കാരന് തിന്നുമല്ലേ? അല്ലോ, അതുകൊണ്ടാ പറയുന്നത് മോദിക്ക് രാത്രിയോ പൊളിച്ചൊന്നും പുറത്തിറങ്ങണ്ടാന്ന്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അരിയും പഞ്ചാരിയും വാങ്ങിയില്ലേ പാത്രം നമ്മളെ പെരെ കേട്ടില്ല സുശീല. മയ്യത്തായിട്ട് കൊണ്ടുവരുന്നതിനെക്കാളും നല്ലല്ലേ അത്? ഞാൻ പറയണ്ടേ പറഞ്ഞു. എനിപ്പം മൂസക്കാരൻ്റെ ഇഷ്ടം. വെറുതെ ആളെ പേടിപ്പിച്ചല്ലോ. ശരിക്കും പുലിനിപ്പോ നമ്മളെ മുറ്റത്തിട്ട് ഇറങ്ങിണ്ടാവുക പഠിച്ചോനെ. എന്തൊരു അടങ്ങറാണിത്. ഉച്ചന്റെ കാൽപ്പാതൊന്നല്ല, ശരിക്കും പുലിന്റെ തന്നെയാ. ഇവിടെയൊന്നും കാണുന്നില്ല. പൈസ നമ്മള് പുലിന്റെ കാലടയാളം നോക്കേനി. പുലിയോ? ആന്ന്, നാട്ടില് പുലി ഇറങ്ങിയോണ്ട് നമ്മളിന്ന് പീടെ പോണില്ല. ഈ പെരേന്റെ മുറ്റത്തറ്റം പുലിന്റെ കാലടയാളം കണ്ടാലല്ലോ പാത്തോ, നമ്മളെ പിന്നെ കൊണ്ടോട്ടി നോക്കിയാ മതിയേ. അടുക്കളയിലെ വാതിൽ അടിച്ചില്ല. പുലി അങ്ങനെ അവയ്ക്ക് കയറിയാലും ഇങ്ങോട്ട് മാറി ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? പുലിനെ പിടിക്കാൻ ഒരാളെ വിളിക്കാം. ആരെ? പുലി പിടിക്കണേ. പേര് കേട്ട് തമിഴ്നാന്ന് തോന്നുന്നു. ഓ, തമിഴ്നൊന്നല്ല, മലയാളിയാ. അതാരാ? മോലാല്. എന്താ ആളെ മക്കാറാക്കിയ? ഓ, എന്റെ ഉപ്പച്ചിയെ. ഉപ്പച്ചി ഇങ്ങനെ പേടിക്കാണ്ട് പോയി സാധനം വാങ്ങിക്കൊണ്ടരി. പോയി ഉപ്പച്ചിയെ. ഉപ്പച്ചിയെ പോയി വാങ്ങിക്കൊണ്ടരി ഉപ്പച്ചിയെ. ആരെ പേടിക്കാനല്ലേ? അതെ. അല്ലെങ്കിൽ മോളെ, ഇന്നേക്കുള്ള അരിയും പഞ്ചസാരയും ഇവിടെ ഉണ്ട്, നമുക്ക് നാളെ മേടിക്കാം. വെറുതെ എന്തിനാ പുലിന്റെ തൊളയിൽ പോയി പെടുന്നത്? ഓ, ഉപ്പച്ചിന്റെ ഒരു കാര്യം. അവിടെ അങ്ങനെ നിക്കണ്ട, പുലി മാന്തി കൊണ്ടോ.